ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് കുറച്ച് കമ്മലുകൾ ഉണ്ടാക്കി നോക്കാം. എക്സിബിഷന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഓണത്തിൻ്റെ എക്സിബിഷൻ ആയതുകൊണ്ട് പൂക്കളാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പൂക്കളുടെ കുറേ ബീഡ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ ബീഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം പല വലുപ്പത്തിലും കളറിലുമുള്ള ഫ്ലവേഴ്സ് ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ സാധാരണ വൈറ്റ് ബീഡ്സും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഓവൽ ഷേപ്പുള്ള ബീഡ്സുമാണ്. അപ്പം പിന്നെ അതിനകത്ത് കുറച്ച് പിങ്ക് ബീഡ്സ് അങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇതുപോലെയുള്ള കമ്മലുകൾ ഉണ്ടാക്കാൻ നോക്കാം. ഇതുപോലെയുള്ള കമ്മലുകൾ ഏത് കളർ വേണമെങ്കിലും നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള സാധാരണ കമ്മലിനേക്കാളും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും ഇതുപോലെയുള്ള തൂക്കൽ കമ്മലാകുമ്പോഴത്തേക്ക്. ഇതിൻ്റെ നമുക്കൊരു കടും കളർ പൂവിൽ നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പം ഈ ബീഡ് ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ളത്. അപ്പം നമുക്കൊരു ഐപ്പിന്നും ആവശ്യമാണ്. ഇത്ര ഐറ്റംസും പിന്നെ ഒരു പ്ലെയറുമാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു ഐപ്പിന്നകത്ത് അല്ല ഹെഡ് പിൻ ഉപയോഗിക്കാം. ഐപ്പിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് താഴേക്ക് പോകാതെ കിടന്നോളും. ഹെഡ് പിൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മേളുവശം ഇതുപോലെ ചുറ്റിക പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. തൽക്കാലം ഐപ്പിനായിട്ട് എടുക്കുന്നത്. ഈ ഐപ്പിനകത്തോട്ട് നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പോലെ അടിയിൽ ഈ റെയിൻബോ ആയിട്ടുള്ള ഒരു ബീഡും ഇതിൻ്റെ മേലിത് അങ്ങനെ എടുക്കാം. നമുക്ക് റെയിൻബോ ആയിട്ടുള്ള ബീഡ് ഇട്ടു. അതിൻ്റെ മേളിലോട്ട് നമ്മൾ ഈ ഒരു ഫ്ലവർ ഇട്ടു. അതിൻ്റെ മേളിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു ബീഡ് ഇട്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതിങ്ങനെ നേരെ തിരിച്ച് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നമ്മൾ കുറേ എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. നമുക്കിതിന് ഒരു ചെയിൻ, ഇതുപോലെ ഒരു ചെയിനാണ് വേണ്ടത്. അപ്പോൾ ഈ ചെയിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറേ എണ്ണം ക്ലോസ് ചെയ്ത് വെച്ചിട്ടെടുക്കുന്നതാണ്. അപ്പോൾ ഓരോന്നോരോന്ന് നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന് ഈ ഒരു ചെയിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യത്തെ ചെയിനിൽ ഏറ്റവും താഴെയാണ് കൊട്ടുന്നത്. രണ്ടാമത്തേത് നമ്മളിങ്ങനെ അതിൻ്റെ തൊട്ട് മുകളിലത്തെ ചെയിനിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അതുപോലെ തന്നെ ക്ലോസ് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞത് മൂന്നാമത്തേത് നമ്മൾ അതിൻ്റെ തൊട്ട് മുകളിലുള്ളതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഇഷ്ടമുള്ള പോലെ. 3 ആയാലും മതി, നല്ല ഭംഗിയാണ്. 4ാമതൊന്നുകൂടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എത്രയാണ്? ഇനി നമുക്കൊരു 1, 2, 3, 4 എണ്ണം വിട്ടിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇത് ഓപ്പൺ ചെയ്യാവുന്ന ചെയിനാണ്. ഇല്ലെങ്കിൽ നമ്മൾ കട്ടർ വെച്ച് കട്ട് ചെയ്യേണ്ടി വരും. ഇതിപ്പം നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ചെയിനാണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം. ഇങ്ങനെ ഉള്ളതിനകത്തോട്ട് നമ്മൾ നമ്മുടെ സാധാരണ ഹാങ്ങിങ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിതിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഏതാണോ കളർ, ബ്രൈറ്റ് കളർ ആകുമ്പോൾ ഇതിന് നല്ല ഭംഗിയായിരിക്കും. ബ്രൈറ്റ് കളേഴ്സ് വരുമ്പോൾ നമുക്ക് നല്ല ഭംഗി കൂടുതൽ വരും. പിന്നെ ഇത് തന്നെ നമുക്ക് കീ ചെയിനായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഇതിന് നമ്മൾ ഈ ഹാങ്ങിങ് കൊടുക്കുന്നതിന് പകരം അതിനകത്ത് കൊടുക്കുന്നത് മേളിൽ കീ ചെയിൻ്റെ ആണെങ്കിൽ നമുക്കിത് കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഒറ്റ ഇത് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചുമ്മാ ഹാങ്ങിങ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് ഒരു ഇയറിങ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വെറുതെ നമ്മളിങ്ങനെ ഹാങ്ങിങ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിലും അത് നല്ല മനോഹരമായ കമ്മലാണ്. ഒറ്റ കമ്മലിട്ടാൽ. ഇനി അങ്ങനെയല്ല, നമുക്ക് ഇതിനകത്തോട്ട് ഒന്നുകൂടെ ഇടുവാണെങ്കിൽ സെയിം ആണോ ഇട്ടേക്കുന്നതെന്ന് നോക്കിയാൽ മാത്രം മതി. ഇങ്ങനെ ഇടുവാണെങ്കിലും അത് ഭംഗിയാണ്, 2 എണ്ണം വന്നാലും. ഇനി അതിനകത്തോട് ഒന്നുകൂടെ ഇടാൻ പറ്റുവാണെങ്കിലും
ഇതുപോലെ 3 ഇട്ടാലും അത് കാണാനായിട്ട് ഭംഗിയായിരിക്കും. ചെയിൻ വേണമെന്നില്ല, ഡയറക്റ്റ് ഇങ്ങനെ ഇട്ടാലും നല്ല ഭംഗിയുള്ള കമ്മലുണ്ടാവും. അപ്പോൾ ഇതിനടിയിലുമായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഹാങ്ങിങ് കൊടുക്കാവുന്നതാണ്. ഹെഡ് പിന്നെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ബീഡിന് അടിയിൽ ഹാങ്ങിങ് കൊടുത്താൽ അതും ഇങ്ങനെ ഹാങ് ചെയ്തിടുന്നതാണ്. ഇനി നമുക്ക് ഇങ്ങനെ മാത്രമായിട്ടാണെങ്കിലും, ഇതിപ്പം ഇതുപോലെ ഒരു വലിയ ബീഡ്, ഇതുപോലെ ഒരു വലിയ ഫ്ലവർ, അതിൻ്റെ തന്നെ ചെറിയ ഫ്ലവർ, പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബീഡ്, ഇങ്ങനത്തെ ബീഡ് 2 ഇങ്ങനത്തെ ബീഡ് 1, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവർ റെഡിയാവും. കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഹെഡ് പിൻ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണ്ടതൊരു നീളമുള്ള ഹെഡ് പിന്നാണ്. ഓക്കെ, ഇതുപോലെ ഒരു നീളമുള്ള ഹെഡ് പിന്നാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഈ ഹെഡ് പിന്നകത്തോട്ട് നമ്മൾ ഇതുപോലെ ഒരു ബീഡ്, പിന്നെ ഒരു ചെറിയ ബീഡ്, വീണ്ടും ഒരു ചെറിയ ബീഡ്, പിന്നെ ഇതുപോലെ ഒരു വലിയ ബീഡ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റെയിൻബോ പോലത്തെ ബീഡ് കണ്ടോ. അതിന് ശേഷം പ്ലെയർ എടുക്കുക, ഇങ്ങനെ. അതിന് ശേഷം പ്ലെയർ എടുക്കുക, ഇതിങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുന്നത് അത് നല്ല ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇതിങ്ങനെ അതിനകത്തോട്ട് ഒരു ഹാങ്ങിങ് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇയറിങ്സ് നല്ല ഭംഗിയായിട്ട് കാണുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഈ ഇയറിങ്സ് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ഈ കളർ നിങ്ങൾക്ക് ഇഷ്ടമായോ? അതോ ഈ സ്കൈ ബ്ലൂ കളറാണോ ഇഷ്ടപ്പെട്ടത്? ഗ്രീൻ ഫ്ലവേഴ്സ് എങ്ങനെയുണ്ട്? ഈ കമ്മൽ ഇഷ്ടപ്പെട്ടോ? ഈ ഇയറിങ്സ് ഇഷ്ടപ്പെട്ടോ? ഇത് വളരെ സിമ്പിളാണ് കേട്ടോ, പക്ഷെ നല്ല ഭംഗിയാണ്. ഇനി ഈ ഇയറിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പ്രയാസമാണെങ്കിൽ നിങ്ങൾക്ക് ഇയറിങ്സ് വേണമെങ്കിൽ എക്സിബിഷൻ വന്നാൽ മതി. QVGയുടെ എക്സിബിഷനാണ്. ഞാനിതെല്ലാം കൊണ്ടാണ് വരുന്നത്. അത് ഓഗസ്റ്റ് 8, 9 ട്രിവാൻഡ്രം മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പം ഇതെല്ലാം വന്നിട്ട് ഇതെല്ലാം വാങ്ങിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഇയറിങ്സ് എല്ലാം റെഡിയാണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇതിനകത്ത് നോക്കൂ, അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇയറിങ്സ് എല്ലാം റെഡി ആയിട്ട് കിടക്കുകയാണ്. അതിനകത്ത് തന്നെ ഞാൻ കീ ചെയിൻ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പല കളറിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് പല കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഓണത്തിൻ്റെ ലുക്ക്, ഒരു പൂന്തോട്ടത്തിനകത്ത് പൂക്കൾ വിടർന്ന് നിൽക്കുന്ന ഒരു പ്രതീതി നമുക്ക് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും വരണം, ഇയറിങ്സ് മേടിക്കണം. വലിയ വിലയൊന്നും വെച്ചിട്ടില്ല, എല്ലാം 50 റുപ്പീസിന് താഴെയുള്ള ഇയറിങ്സ് ഒക്കെയാണ് വിൽക്കുന്നത്. അപ്പം നമുക്ക് എക്സിബിഷന് കാണാം. അതുവരേക്കും ബൈ.